അസ്സലാമലൈക്കും. ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ചിക്കൻ കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ചോറിനോടൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല സൂപ്പറായിട്ടുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യണമെന്ന് കണ്ടു നോക്കാം. ആദ്യം തന്നെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 വലിയ ടേബിൾ സ്പൂണിന് നമ്മൾ ചിക്കൻ മസാല ചേർത്തിട്ട് നമുക്ക് നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ മസാലയൊക്കെ ചിക്കനിൽ പിടിച്ച് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ നമ്മൾ കറി വയ്ക്കുന്നത് ഏത് പാത്രത്തിലാണോ അതിലേക്ക് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഒഴിക്കാൻ പാടില്ല. വെളിച്ചെണ്ണ മാത്രമേ ചേർക്കാവൂ. അപ്പോഴേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പം ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം മീഡിയം സൈസിലുള്ള 3 സവാള എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു 25 ചെറിയ ഉള്ളിയാണ് എടുക്കുന്നത്. അപ്പം വലിയ സൈസ് ചെറിയ ഉള്ളിയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കണം. ചെറുതാണെങ്കിൽ അങ്ങനെ മുഴുവനെ തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ 25 ചെറിയ ഉള്ളി ഇട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലതുപോലെ തന്നെ ഇതൊന്ന് വഴന്ന് വരണം. അപ്പം ഇതിലേക്ക് ഞാനൊരു മുഴുവനായിട്ടുള്ള പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതും ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പം അതെല്ലാം ചേർത്തതിന് ശേഷം നല്ല രീതിക്ക് തന്നെ ഇതൊന്ന് വഴന്ന് വരണം. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയും തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർത്ത് ഇതെല്ലാം നല്ലതുപോലെ ഇങ്ങനെ ആയി വരണം. നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ചിക്കനും കൂടെ ചേർത്തതിന് ശേഷം ഇതിലേക്ക് ഇനി 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാനുള്ളത്. യാതൊരു കാരണം വെച്ചാലും പച്ചവെള്ളം ഒഴിക്കരുത്. കാരണം ഈ ചിക്കൻ ഹാർഡായി പോവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം തിളപ്പിച്ച് ഒഴിക്കുന്നത്. അപ്പം ഞാൻ നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരണം. അപ്പം കുറച്ച് ഞാനൊന്ന് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനിവിടെ വറുത്ത മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. നിങ്ങളുടെ വറുക്കാത്ത പച്ച മല്ലിയാണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അപ്പോൾ നല്ലൊരു കളർ കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടിയാണ്. പിന്നെ നമുക്ക് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇത്ര ഐറ്റം പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. ഇതെല്ലാം ചേർത്തതിന് ശേഷം ഇതൊക്കെ നല്ലതുപോലെ തന്നെ ഒന്ന് വറ്റി വരട്ടെ. അപ്പം ഞാനിപ്പം ഒരുപാടിട്ട് വറ്റിക്കുന്നില്ല. കാരണം എന്ന് പറയുന്നത് ചോറിനോട് കഴിക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കറിയുടെ ആ ഒരു ടൈപ്പിലാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾക്ക് കറി വേണ്ട എന്നുണ്ടെങ്കിൽ അടച്ച് വെച്ച് നല്ലതുപോലെ തിളച്ച് വറ്റി വരുന്ന ടൈമിൽ നിങ്ങൾക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാമെന്നുള്ളതാണ്. അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചോറിനോട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെ ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് മല്ലിയിലയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 5 മിനിറ്റും കൂടി ഞാൻ അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. അപ്പം 5 മിനിറ്റും കൂടെ അടച്ച് വെച്ച് വേവിച്ചതിന് ശേഷം നല്ല രീതിക്ക് തന്നെ സെറ്റായിട്ടുണ്ട്. അപ്പം കരുത ഇങ്ങനെയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റാണ്. അപ്പം ഇതുപോലെ ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ മറക്കാതെ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം.